പ്രിയമുള്ളവരെ നമസ്കാരം. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം തുടങ്ങിയ ശേഷം ഇതുവരെ ഏകദേശം 30ഓളം മരണങ്ങൾ നടന്നു കഴിഞ്ഞു. അതിൽ ഭൂരിഭാഗവും ഇരുചക്ര വാഹന യാത്രികരും കാൽനട യാത്രികരുമാണ്. അതുകൊണ്ട് ഇരുചക്ര വാഹന യാത്രികരോട് പറയാനുള്ളത് വളരെ ശ്രദ്ധാപൂർവ്വം വാഹനം ഓടിക്കുക. ഇടതുവശത്തുകൂടെ പെട്ടെന്ന് ചെത്തി വാഹനം ഓടിക്കുക, ഇവരെ കുത്തിക്കയറ്റിക്കൊണ്ടുപോവുക. ഒരു ചെറിയ കല്ലിന്റെ പുറത്ത് കയറിയാൽ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടും. പലപ്പോഴും ഞാനും നിങ്ങളും അടങ്ങുന്ന ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കാറില്ലെന്നാണ് സത്യം. എന്തിനും സംഭവിച്ചു കഴിഞ്ഞ ശേഷമേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും. ജീവൻ ഉണ്ടെങ്കിൽ മാത്രം. അത്രയും നേരം നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ബോധേടാവില്ല. അതുകൊണ്ട് ദയവായി വളരെ ശ്രദ്ധാപൂർവ്വം വാഹനം ഓടിക്കുക. അതുപോലെ റിയർവ്യൂ മിററുകൾ കൃത്യമായി നോക്കി വലത്തേക്കും ഇടത്തേക്കും ഒക്കെ നിങ്ങൾ തിരിയുക. നേരെ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പലപ്പോഴും ഇടതുവശത്തേക്കും വലതുവശത്തേക്കും നമ്മൾ വെട്ടിത്തിരിക്കാറുണ്ട്. ഒരു കാരണവശാലും ചെയ്യരുത്. ലെഫ്റ്റും റൈറ്റും മിററുകൾ നോക്കി മാത്രം അങ്ങനെ നിങ്ങൾ ചെയ്യുക. സാഹചര്യവശാൽ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഒരു കാരണവശാലും വലിയ വാഹനങ്ങളുടെ ഇടതുഭാഗത്തുകൂടെ ഒരേ ലൈനിൽ കീപ്പ് ചെയ്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അപകടങ്ങൾ സംഭവിച്ച അങ്ങനെയാണ്. പെട്ടെന്ന് സ്കിഡായി നേരെ ഈ വാഹനത്തിന്റെ ടയറിന്റെ അടിയിലോട്ട് കയറി മരണപ്പെട്ട കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കുക. ആ രീതിയിൽ വാഹനം ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ KSRTC സ്വകാര്യ ബസ് ഡ്രൈവർമാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സമയത്തിന് വില ഉള്ളതുപോലെ തന്നെ എല്ലാവർക്കും സമയത്തിന് വിലയുള്ളതാണ്. നിങ്ങൾക്ക് സമയത്ത് സ്റ്റോപ്പുകളിൽ ആളെ കയറ്റാനും ഇറക്കാനും നിർത്തുന്നത് പോലെ തന്നെ ഓരോരുത്തർക്കും ഓഫീസിൽ എത്തേണ്ടതാണ്, അവനവന്റെ വീടുകളിൽ എത്തേണ്ടതാണ്, എല്ലാവർക്കും സമയത്ത് എത്തേണ്ടതാണ്. ആ ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. പലപ്പോഴും റോഡ് സൈഡിൽ കൂടെ പൊടി പറത്തിക്കൊണ്ട് കാൽനട യാത്രികരുടെ ജീവനൊക്കെ അപകടത്തിലാക്കിക്കൊണ്ട്, സൈക്കിൾ യാത്രികരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് പലപ്പോഴും നിങ്ങൾ ഫുട്പാത്തിലൂടെയൊക്കെ വാഹനം ഇരപ്പിച്ച് കൊണ്ടുപോകുന്നത്. ദയവായി പൊതുജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്. പലരും മടുത്തു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും സമയത്തിന് വിലയുള്ളതാണെന്നുള്ളൊരു ധാരണയോടുകൂടെ വാഹനം ഓടിക്കുക. അതുപോലെ എലിവേറ്റഡ് ഹൈവേ കമ്പനിക്കാരോട് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്, നിങ്ങളുടെ കമ്പനി ഡ്രൈവർമാർക്കും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് ഒരു അവബോധം നൽകുക. തിരിവുകളിൽ ഇൻഡിക്കേറ്റർ പ്രവർത്തിപ്പിക്കുക, മിറർ നോക്കുക, മിറർ നോക്കി വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം തിരിയുക. അതുപോലെ മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് അവർക്കും ഒരു അവബോധം കൊടുക്കുക. കാരണം പലരും അന്യസംസ്ഥാന ഡ്രൈവർമാരാണ്. അതുപോലെ കാൽനട യാത്രികരും വളരെയധികം ശ്രദ്ധിക്കുക. നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ മുന്നിലുള്ള ഒരു കാരണവശാലും റോഡ് ക്രോസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് വീട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു കാരണവശാലും നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലൂടെ ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുതെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നന്ദി, നമസ്കാരം.